കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലം, അതായത് ഇത്രയേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്, അവരെവിടെ എന്ന ചോദ്യത്തിന് പ്രസാദ്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ബെയിലി പാലത്തിലൂടെ ആദ്യത്തെ ആർമി വാഹനം പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 24 മണിക്കൂർ കൊണ്ട് ആർമി നിർമ്മിച്ചെടുത്ത, പ്രതികൂലമായ കാലാവസ്ഥയിൽ നിർമ്മിച്ചെടുത്ത പാലത്തിലൂടെ ആദ്യത്തെ വാഹനം കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ആർമി വാഹനം മറുകരയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആർമി വാഹനങ്ങൾ കൂടി കടത്തിവിടും. അതിനുശേഷമായിരിക്കും മറ്റു വാഹനങ്ങൾ കടത്തിവിടുക. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ബെയിലി പാലത്തിന് സമാന്തരമായ ഒരു നടപ്പാത കൂടി അത് കേരള സ്റ്റേറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും കേരള പോലീസിന്റെ SIT ടീമും ചേർന്ന് നിർമ്മിച്ചിരുന്നു. ബെയിലി പാലം സജ്ജമായി എന്ന വാർത്ത കൂടിയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ബെയിലി പാലത്തിലൂടെയുള്ള ആദ്യത്തെ ജീപ്പാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് 195 അടി നീളത്തിൽ 24 ടൺ വരെ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ബെയിലി പാലത്തിലൂടെ ആദ്യത്തെ മിലിറ്ററി വാഹനം കടന്നു പോവുകയാണ്. അതിൻ്റെ ഭാരം പരിശോധിക്കാനും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വാഹനം കടന്നു പോയാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മിലിറ്ററിയുടെ ഒരു വാഹനം കടന്നു പോവുകയാണ്. വാഹനം കടന്നു പോകുന്ന വഴിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇത് ബെയിലി പാലത്തിലൂടെ ആദ്യത്തെ മിലിറ്ററി വാഹനം കടന്നു പോവുകയാണ്. അട്ടമലയെ ബന്ധിപ്പിക്കുന്ന, മുണ്ടക്കയെ ബന്ധിപ്പിക്കുന്ന ചൂരൽമലയിൽ നിന്നുള്ള ഏക പാലമാണിത്. ആ പാലത്തിലേക്ക് ആദ്യത്തെ മിലിറ്ററി വാഹനം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. 24 മണിക്കൂറെടുത്ത് 195 അടി നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ്. ആ പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 25 മണിക്കൂർ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനെടുത്തിരിക്കുന്നത്. രാത്രി ഉടനീളം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നിരുന്നു. ഡെക്കടുക്കുകയായിരുന്നു ഏറ്റവും ശ്രമകരമായ പണി. അതിനിടയിൽ പെയ്ത മഴ, കുത്തൊഴുക്ക്, ഇതെല്ലാം പ്രതിസന്ധിക്ക് കാരണമായി. എന്നിട്ടും ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു താമസവും വരുത്തിയില്ല നമ്മളുടെ ആർമി സംഘം. ബാംഗ്ലൂരിൽ നിന്നെത്തിയ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള സംഘം കൂടിയാണ് ഈ ബെയിലി പാല നിർമ്മാണം പൂർത്തിയാക്കിയത്. മറുകരയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആർമിയുടെ വാഹനം ബെയിലി പാലത്തിലൂടെ യാത്ര ചെയ്ത് മറുകരയിലെത്തി. യാത്ര ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതോടുകൂടി വെരിഫൈ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സുരക്ഷാ പരിശോധനയും ഇതോടുകൂടി പൂർത്തിയായിരിക്കുന്നു. 24 ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾക്ക് ഈ ബെയിലി പാലത്തിലൂടെ കടന്നു പോകാം. ഇനി മറുകരയിലേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടില്ല. ഇത് ഇന്ത്യൻ ആർമിയും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ധീരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ വിജയകരമായ ഒരു ഇടവേളയിലെ പരിസമാപ്തി എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ദിവസത്തിലെ 24 മണിക്കൂർ നീണ്ട ഒരു വലിയ യജ്ഞത്തിൻ്റെ ഒടുക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. മറുകരയിലെത്തിയ ആർമി വാഹനമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മിലിറ്ററി വാഹനം വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ ഈ ജീപ്പിന് മറുകരയിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അട്ടമലയിലേക്ക്, മുണ്ടകയിലേക്കൊക്കെ പോകുന്നത് ഈ വഴിയാണ്. ഇനി ബെയിലി പാലത്തിലേക്ക് ഒന്നുകൂടി ഒരു പക്ഷേ ഇത് തിരികെ മറുഭാഗത്തേക്ക് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ തുറന്നു കൊടുക്കുന്ന ബെയിലി പാലത്തിലൂടെ മിലിറ്ററി വാഹനം മറുകരയിലെത്തിയിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. 24 മണിക്കൂർ കൊണ്ട് 195 അടി നീളത്തിൽ 24 ടൺ ഭാരം കയറ്റിപ്പോകാവുന്ന വാഹനങ്ങളിലൂടെ ഇനി ട്രക്കുകളും ആംബുലൻസുകളും അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക് ഭക്ഷണ സാധന സാമഗ്രികളുമായി മറുഭാഗത്തേക്ക് പാഞ്ഞുപോകും. ഇവിടെ ഒരു കോൺക്രീറ്റ് പാലമാണ് ഉണ്ടായിരുന്നത്. ആ കോൺക്രീറ്റ് പാലം ഈ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. കോൺക്രീറ്റ് പാലത്തിൽ നിന്ന് പകരമായിട്ടാണ് വളരെ പെട്ടെന്ന്, അതായത് ഈ ദുരന്തമുണ്ടായി 3-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പ് ഇന്ത്യൻ ആർമിയുടെ കരസേനാ വിഭാഗത്തിന് ഈ ബെയിലി പാലം നിർമ്മിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിനോട് ചേർന്നൊരു നടപ്പാതം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസിൻ്റെ SIT ടീമും നിർമ്മിച്ചിട്ടുണ്ട്. ഈ 2 പാലങ്ങളും തൊട്ടടുത്താണ്. വീണ്ടും ആർമി വാഹനം ഈ പാലത്തിലൂടെ മറുകരയിലേക്ക് വീണ്ടും തിരികെ പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ദിലീപ് നമുക്കൊപ്പമുണ്ട്. ദിലീപ്, തുടരൂ. ഇപ്പോൾ വളരെ സാർത്ഥകമായൊരു നിമിഷമല്ലേ ദിലീപ്?